ഹലോ ഗൈസ്, ഇടയ്ക്ക് വീഡിയോ ഇടാത്ത 2-3 ദിവസമൊക്കെ നമുക്ക് ഇടയ്ക്ക് 2 വീഡിയോ ഇട്ട് മാച്ച് ചെയ്യാം. സോ ഇപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ അറിഞ്ഞാണ് തെയ്യങ്ങാണ് ക്രൗൺ ബാൻഡിലെ പുതിയ ലീഡർന്ന്. അങ്ങനെ ഈ ന്യൂസ് കേട്ട് മൊത്തത്തിൽ ഷോക്കായിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടെ ക്രൗൺ ബാൻഡ് ഉള്ളമാർക്ക് തന്നെ ഷോക്കായിരിക്കും. കാരണം ഇവന്മാർക്കൊക്കെ അറിയാം ഇത് മിസ്റ്റർ ജോയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകനാണെന്ന്. അതുകൊണ്ട് അവന്മാരും ഇവൻ പവർ യൂസ് ചെയ്ത് പെട്ടെന്ന് കയറിയതാന്ന് പറഞ്ഞ് അവന്മാർക്ക് തെയ്യങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമുക്ക് അറിയത്തുള്ളൂ സാഗിക്ക് മുമ്പേ തന്നെ ഇവനെയാണ് ലീഡറായിട്ട് ഇവിടെ ചൂസ് ചെയ്ത്. അവന്റെ അച്ഛൻ അന്നെടുത്ത തീരുമാനം കാരണം അവനെ കൊണ്ട് ഇവിടെ കയറാൻ പറ്റാത്ത. ഇതേ സമയം ഇവിടെ സാഗിയും ബാക്കി എല്ലാരും കൂടെ ഈ തെയ്യങ് നാറ് നമ്മളൊക്കെ ചതിച്ചെന്നറിഞ്ഞ് അവരൊക്കെ ഭയങ്കര ദേഷ്യത്തിരിക്കും. അങ്ങനെ സാഗിക്ക് വരെ അവൻ കയറാൻ ഇവൻ അത്രയ്ക്ക് വലിയ ആളായെന്നറിഞ്ഞ് ഇവിടെ കസിനും ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പം അതേസമയം സാഗിയും ഇപ്പൊ തന്നെ ആ ജോയെ കുറിച്ചുള്ള കാര്യമൊക്കെ അവനോട് പറഞ്ഞ് അവൻ ആ ടീമിൽ നിന്ന് ഇറങ്ങണമെന്ന് ഇവൻ പറയാൻ പോവാന്നറിയും. അപ്പോഴാണ് കിംബമാണ് ഇത് തെയ്യങ്ങിന്റെ ചോയ്സില്ല, നീ എന്തിനാ വെറുതെ അവനോട് ഈ കാര്യമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് കിംബം അവനെ തടഞ്ഞിർത്തും. പക്ഷെ ഇവിടെ കസിനാണ് അവളുടെ ദേഷ്യം സഹിക്കാൻ പറ്റത്തില്ല. ഈ തെയ്യങ് അവന്റെ അച്ഛന്റെ പവർ യൂസ് ചെയ്ത് പെട്ടെന്ന് സാഗിയുടെ പൊസിഷൻ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. ഇതിൽ അവന്റെ ഡയലോഗ് ഉണ്ട്, ടു സാഗിയ ബാൻഡിൽ നിന്ന് അവനല്ല പുറത്തുപോയ സാഗിയ പുറത്തുപോയെന്ന്. ഏതിന് ഇവളിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കിംബമാണ് നമ്മുടെ വീഡിയോയുടെ വ്യൂസ് എത്ര ജയിക്കും. അപ്പോഴാണ് അവരെല്ലാരും കൂടെ 0 വ്യൂസ്, ആകെ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതിന് ഇമ്പ്രൂവ് ഒന്നുമില്ലേ. ഈ ന്യൂസ് ഒന്നുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ വ്യൂസ് വരാത്തായിരിക്കും. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം, ചിലപ്പോൾ എന്തേലും മാജിക് സംഭവിച്ച് നമ്മുടെ വീഡിയോ വൈറലായാലോ. എന്നിന് അവരൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം സാഗിയും അവൻ തെയ്യങ്ങിനെ വിളിച്ച് ആ ജോയെ കുറിച്ച് പറയാൻ നോക്കിയാലും തെയ്യങ്ങിന്റെ ഫോണാണ് റീച്ച് ആവത്തില്ല. അപ്പോഴാണ് ഇവിടെ തെയ്യം ബാക്കി എല്ലാരും കൂടെ ഇവനെ ലീഡറാക്കിയ വീഡിയോ എത്രമാത്രം വൈറലാണെന്ന് അറിഞ്ഞ് അവർ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഒരു പോയിന്റ് എത്തിയ ഉടനെ ആ വീഡിയോയുടെ വ്യൂസ് അങ്ങ് കുറയാൻ തുടങ്ങും. അപ്പോഴാണ് ഇവരെല്ലാം ഷോക്കായിട്ട് പെട്ടെന്ന് ഇത് എന്തോ സംഭവിച്ചു. ഏതായാലും മിസ്റ്റർ ജോയ് എല്ലാവരും കൂടെ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ അയാളുടെ ബോഡി ഗാർഡാണ് നമ്മുടെ പാട്ടിന്റെ ഒരു കവർ സോങ് പെട്ടെന്ന് വൈറലായെന്ന് പറഞ്ഞ് ഇയാൾക്ക് ആ വീഡിയോ എടുത്ത് കാണിക്കും. അപ്പോഴാണ് അത് സാഗി അവരെല്ലാം ചെയ്ത ആ വീഡിയോ ആയിരിക്കും. ഇത് കണ്ട് എല്ലാരും കൂടെ ഒറിജിനൽ സോങ്ങിനെക്കാളും ഈ പാട്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കമന്റ് ഇട്ട് തുടങ്ങും. അങ്ങനെ ക്രൗൺ ബാൻഡിലെ ആൾക്കാർ തന്നെ ഈ വീഡിയോ വൈറലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അവന്മാർക്ക് തെയ്യങ്ങിന് ഇഷ്ടപ്പെടാത്തുണ്ട്. അങ്ങനെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയ ഉടനെ ഇവരുടെ ഫേസ് കാണിക്കുന്ന പറഞ്ഞ് ഇവിടെ സാഗിയുടെ മാനേജർ എല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജീനയാണ് കട്ട ദേഷ്യത്തി നമ്മുടെ വീഡിയോയുടെ വ്യൂസ് വർദ്ധിപ്പിക്കാൻ നോക്കാതെ നിങ്ങൾക്ക് എന്തുവാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെയൊക്കെ വഴക്കുറയും. അതേസമയം ഈ വീഡിയോ കാണുന്ന തെയ്യങ്ങനാണ് മനസ്സിലാവും ഇത് കിംബം സാഗിയും അവർ ചെയ്ത വീഡിയോ ആണെന്ന്. അതേസമയം ഇവരൊക്കെ വ്യൂസ് കണ്ട് സന്തോഷത്തി എന്റെ പൊന്നു ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വ്യൂസോ, മിക്കവാറും നമ്മളുടെ ഫേസ് ഇന്ന് തന്നെ കാണിക്കണം എന്നിന് ഇവർ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയ ഉടനെ അപ്പൊ തന്നെ ഇവരുടെ ഫേസ് കാണിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും. അതോടെ അടുത്ത സെക്കൻഡ് എല്ലാരും കൂടെ ഇത് പാടിയത് സാഗിയാണെന്ന് അറിഞ്ഞിട്ട് എല്ലാരും കൂടെ കമന്റ് ഇട്ട് തകർത്തുകൊണ്ടിരിക്കും. അതേസമയം ഇത് കാണുന്ന ജോയും ജീനയ്ക്കെല്ലാം ഭയങ്കര ഷോക്കായിരിക്കും അത്. അങ്ങനെ ടു സാഗിയ ബാൻഡ് ഫേമസ് ആയ ഉടനെ അടുത്ത ദിവസം തൊട്ട് ഇവരുടെ സസ്പെൻഷൻ എല്ലാം തീർന്നിട്ട് വീണ്ടും ഇവർ കോളേജിലേക്ക് അവരുടെ ബാൻഡ് റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ ഇവർക്ക് ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ മൊത്തം. അതേസമയം ഇതേ കണ്ട് തെയ്യങ്ങാണ് ദേഷ്യത്തി എനിക്ക് ആ സാഗിയെക്കാളും ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡലായിട്ട് മാറണമെന്ന് പറഞ്ഞ് ഇവന് മിസ്റ്റർ ജോയോടെന്ന് പറയുമ്പോൾ അങ്ങേരാണ് എങ്കിൽ പിന്നെ അതിനു വേണ്ടി ഇവൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോഴാണ് തെയ്യങ്ങും അവനേക്കാളും ഫേമസ് ആകാൻ എന്തിനും തയ്യാറാന്ന് പറയുമ്പോൾ ഇങ്ങേരാണ് ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ ഇനി മുതൽ ഇവൻ ആ സാഗി എന്ന പേര് തന്നെ ഇല്ലാതാക്കും പറയും. എന്നിട്ട് ഇവിടെ ഇവർക്കാണ് അവരുടെ കവർ സോങ് ഹിറ്റായ ഉടനെ കുറെ സ്ഥലത്ത് നിന്ന് ഇവരെ പെർഫോം ചെയ്യാൻ വേണ്ടി വിളിക്കും. അങ്ങനെ അതുകൊണ്ട് കിംബമാണ് സന്തോഷത്തി ആദ്യം നമുക്ക് ഒരു കിഴങ്ങിന്റെ ഫെസ്റ്റിവലിന് പോകണമെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവസാനം ഇവർക്ക് പേയ്മെന്റിന് വരും കിട്ടുന്ന ഫുള്ള് പെട്ടിയോടെ കിഴങ്ങായിരിക്കും. അതുകൊണ്ട് അവരും ഈ കിഴങ്ങ് കണ്ടക്ടറിനോട് കൊടുത്ത നമുക്ക് ബസ്സിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്ക് അടിച്ചിരിക്കുമ്പം ഇവിടെ കിംബോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാഗിയ പെട്ടെന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ലീഡർ കിംബം ഇത്രയും കിഴങ്ങ് തന്നില്ലേ, അതൊക്കെ വലിയ കാര്യമാണ്, ഈ എനർജിയും കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം എന്നിന് അവന് ഭയങ്കര സന്തോഷത്തി കിംബമിനെ സപ്പോർട്ട് ചെയ്യുമ്പം കസിനാണ് മൊത്തത്തിൽ ജലസായി പോകും. അപ്പോഴാണ് കിംബമും അടുത്ത് നമുക്കൊരു വലിയ റിസോർട്ടിൽ നിന്ന് വിളിച്ചേക്കോന്ന് പറഞ്ഞ് ഇവരോട് ആ കാര്യം പറയുമ്പോൾ അവരെല്ലാം ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് അവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ലക്കേജ് എടുത്തോണ്ട് അവിടെ ചെല്ലും. അങ്ങനെ ഇവരും കുറെ ദൂരം യാത്ര ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഇവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യായിരിക്കും പറഞ്ഞ് ഇവർ സന്തോഷത്തിൽ അകത്തേക്ക് കയറി ചെന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർക്കുള്ള സ്ഥലം കണ്ട ഉടനെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ പേരിട്ട് മാസ് കാണിച്ചേക്കോന്ന് പറഞ്ഞ് ഇവരൊക്കെ അകത്തേക്ക് കയറാൻ നോക്കും. പക്ഷെ അവിടുത്തെ ഡോറാണ് ലോക്കായി കിടക്കുക. അതുകൊണ്ട് ഇവരെല്ലാം കിംബോമിനോട് ഇവളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ വ്യക്തി വിളിക്കാൻ പറയുമ്പോൾ ഇവൾക്കാണ് ഇപ്പൊ ഫോൺ റീച്ച് ആവത്തില്ല. അപ്പോഴാണ് അവിടെ കുറെ സ്റ്റാഫ്സ് ഒക്കെ വന്നിട്ട് ഈ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന റൂം മാറ്റി അത് തെയ്യങ്ങിന്റെ റൂമാക്കി മാറ്റും. അതോടെ ഇവരെല്ലാം അവിടേക്ക് തെയ്യങ് വരുന്നുണ്ട് ഷോക്കായി നിൽക്കും. അതിനുശേഷം തെയ്യങ്ങും ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ അവനകത്തേക്ക് കയറിച്ചില്ലും. അതിനുശേഷം കിംബോമും അവിടുത്തെ സ്റ്റാഫിനോട് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവര് ടു സാഗിയ ബാൻഡിൽ നിന്നാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അങ്ങേരാണ് ആ മോളെ ഞാനെ നിങ്ങൾ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ, പക്ഷേ ഞങ്ങളുടെ പെർഫോമൻസ് ഇപ്പൊ മാറ്റി, ഇപ്പൊ തെയ്യങ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് ഇവരൊക്കെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞേക്കും. അപ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്ന തെയ്യങ്ങാണ് ആ ജോയ്ക്ക് മെസ്സേജ് അയച്ച് സത്യത്തിൽ ടു സാഗിയാണോ ഇന്നിവിടെ പെർഫോം ചെയ്യേണ്ടിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് മിസ്റ്റർ ജോയും ഇവന് നല്ല രീതിക്ക് റീച്ച് കിട്ടണേ അവർ ഒരു സ്ഥലത്തും പെർഫോം ചെയ്യലെന്ന് പറഞ്ഞ അങ്ങേരി പരിപാടി ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ
ടേയങ്ങിന് മെസ്സേജ് ഇടും. അങ്ങനെ ഇത് കേട്ട് ടേയങ്ങിനാണ് കുറച്ച് കുറ്റബോധം കാണും, ഇവൻ കാരണം വെറുതെ അവരുടെ പെർഫോമൻസ് പോയെന്ന്. പക്ഷെ സാഗിയെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത കാരണം ഇവൻ അത് മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇവരെല്ലാം ദേഷ്യത്തി നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര എന്തോ ഒരു യാത്ര ചെയ്തൊന്നെ, എന്നിട്ടും അവര് നമ്മൾ നാണം കെടുത്തി പറഞ്ഞയച്ച് ഇതിന്റെ എല്ലാം പറയാ ടേയങ്ങായിരിക്കും, അവന്റെ അച്ഛനെ പോലെ തന്നെ അവനും. എന്നിങ്ങനെ കിംബോമിന്റെ കസിന് ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പോൾ ഇവരൊക്കെ അവളെ സമാനപ്പെടുത്തിയിട്ട് എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് പെർഫോമൻസ് ചെയ്തില്ലെങ്കിലും നമുക്ക് പോയി IC കളിക്കാന്ന് പറഞ്ഞ് സാഗി അവരെയൊക്കെ വിളിക്കും. അങ്ങനെ അതോടെ ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടേയങ്ങാണ് ഇവർക്ക് ഇങ്ങനെ സന്തോഷത്തിരിക്കുന്നുണ്ട്. അവന് ഒറ്റയ്ക്കായതുപോലെ തോന്നിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ജോയ് ആണ് മറ്റേ സാഗിയുടെ മാനേജറിനെ വിളിച്ചു വരുത്തി സാഗിക്ക് വരാതിരിക്കുന്ന എല്ലാ പെർഫോമൻസും ക്യാൻസൽ ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ മാനേജറിനാണ് ഇതൊരു കുറ്റബോധമുണ്ട്, പക്ഷേ ഈ ജോ പറയുന്നതൊക്കെ അവന് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പിനാണ് അതേസമയം ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് സാഗിയും അവരുടെ ബാൻഡിന്റെ വെബ്സൈറ്റ് ആര് ഹാക്ക് ചെയ്ത പോലെ കുറെ ഇമെയിലൊക്കെ ഡിലീറ്റ് ആയി പോയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജോയ് ആണ് ഇവന്റെ ഫോം വാങ്ങിച്ചു നോക്കും. അതിനേശം ഇവിടെ സാഗിക്ക് മെസ്സേജ് വരുന്ന ഇതൊക്കെ മിസ്റ്റർ ജോ ചെയ്ത പണിയൊന്നുമല്ല, അയാൾ ടേയങ്ങിന്റെ വളർച്ചയ്ക്ക് മാത്രമേ കുറെ കഷ്ടപ്പെടുന്നുള്ളൂ പറയും. അതുകൊണ്ട് തന്നെ ഈ ജോ ചെയ്ത കാര്യമൊന്നും സാഗി ഇപ്പൊ അറിയത്തില്ല. അതിനേശം ഇവിടെ കിംബോമും അവൾക്ക് ഇതേപോലെ വേറെയും കുറെ സ്ഥലം പോയി ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ വിളിച്ചോണ്ടോന്ന് പറഞ്ഞിട്ട് ഇവളെ സന്തോഷിപ്പിക്കും. അപ്പോഴാണ് അവൾ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അവനും ഇത്ര സന്തോഷിച്ചിരിക്കുന്ന കിംബോമിന് അവളുടെ അമ്മ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ് അവൾ വിഷമിക്കത്തില്ലെന്നറിഞ്ഞ് ഇവനും പേടിച്ചിരിക്കും. അതിനേശം അന്ന് രാത്രി ഇവിടെ ജോയും കട്ട ദേഷ്യത്തി പറ്റുന്നത്രയെല്ലാം ആ സാഗി കിട്ടാനുള്ള എല്ലാ പെർഫോമൻസ് എടുത്ത് കളഞ്ഞു. പക്ഷെ എന്നിട്ട് അവന്മാരുടെ വീഡിയോ ഇത്രയ്ക്ക് റീച്ച് ആയോ എന്നിന് അങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ ജീനയാണ് ആ വീഡിയോക്ക് കുറച്ച് ദിവസമേ വൈറലായിട്ടിരിക്കത്തുള്ളെന്ന് അറിഞ്ഞ് അവളുടെ അച്ഛനെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് ഇവരുടെ സംസാരിക്കുന്നവിടെ ടേയങ്ങിന്റെ അച്ഛനാണ് അകത്തേക്ക് കയറിയും. ഇതുവാടെ അച്ഛനും മോളും കൂടെ സംസാരിക്കുന്ന അങ്ങ് പുറത്തുവരെ കേൾക്കാല്ലേ, ഇതൊക്കെയാണ് സീക്രറ്റ്. എന്നിന് ടേയങ്ങിന്റെ അച്ഛൻ നേരെ വന്ന് മിസ്റ്റർ ജോയുടെ സീറ്റ് വന്നിരിക്കുമ്പോൾ ജീനയ്ക്കാണ് ഇത് ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം അവന്റെ അച്ഛനും എന്റെ മകന്റെ വൈറലായിട്ടുള്ള വീഡിയോ ഇപ്പൊ മൊത്തത്തിൽ ഇല്ലാതായി പോയി, നീ കുറെ ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ മകനെ നീ ഫേമസ് ആക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് അതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഏതിന് അവന്റെ അച്ഛനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ജോയാണ് എന്നെ കൊണ്ട് പറ്റുന്നത്ര എഫോർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ടേയങ് ഒത്തിരി ഫേമസ് ആവെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ടേയങ്ങിന്റെ അച്ഛനാണ് നീ സമ്മതിച്ചാലില്ലെങ്കിലും നീ അവസാനം ഇറക്കിയ പാട്ട് നിനക്ക് ഫ്ലോപ്പാ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നിന്റെ സ്ഥാനത്തിരുന്ന് ഞാൻ ടേയങ്ങിനെ ഫേമസ് ആക്കാൻ പോവാ. ഇതുവരെ ഞാൻ ആർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എന്റെ മകനെ കുറിച്ച് ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറയും, അത് യൂസ് ചെയ്ത് നീ എന്റെ മകന്റെ ഉയർച്ചയെ ഡെവലപ്പ് ചെയ്യാൻ നോക്ക്. എന്നിനെ ടേയങ്ങിന്റെ അച്ഛനും ജോയെ ഓർഡർ ചെയ്യുമ്പോൾ ജീനയ്ക്ക് മനസ്സിലാവും അവളുടെ അച്ഛനേക്കാളും ടേയങ്ങിന്റെ അച്ഛന്റെ വാക്കിന്റെ ഇവിടെ വിലന്ന്. അതിനേശം ഇവിടെ ടേയങ്ങും അവന്മാരോടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇവൻ വന്ന ഉടനെ അവന്മാരൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ടേയങ്ങും ഞാനിപ്പോ വന്നേ ഉള്ളെന്ന് പറഞ്ഞ് ഇവന്മാര് കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറയുമ്പോൾ അവന്മാരാണ് ദേഷ്യത്തി നീ വന്നേ ഉള്ളെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, നിന്റെ അച്ഛൻ ഫേമസ് ആയതുകൊണ്ട് നീ പെട്ടെന്ന് കയറിയോ, അപ്പൊ ഞങ്ങളൊക്കെ മണ്ടന്മാരോ. എന്നിന് അവന്മാരൊക്കെ അവിടെ നോക്കുമ്പോൾ ഇവിടെ ടേയും മൊത്തത്തിൽ ഒറ്റയ്ക്കായി പോകും. അങ്ങനെ അതിനേശം അവന് വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോഴാണ് സാഗിയാണ് ഇവനെ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ടേയങ് അവനെ കണ്ട് മൈൻഡ് ചെയ്ത് പോകാൻ നോക്കിയാലും സാഗി അവനെ തടഞ്ഞു നിർത്തിയിട്ട് ടേയങ് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വീഡിയോ നിന്റെ എൻട്രിയെ തടസ്സപ്പെടുത്തി, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ആ ജോയുടെ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വന്നേക്ക്, നീ വേറെ എല്ലാം ബാൻഡ് ചെയ്ത് നീ അവിടെ തന്നെ ഇരിക്കുവാണ് നിന്റെ ഫ്യൂച്ചർ ഇല്ലാതായി പോകും, കാരണം ഞാൻ ആ മിസ്റ്റർ ജോയെ ഇല്ലാതാക്കാൻ പോവാ. എന്നിനെ സാഗി പറയുമ്പോഴാണ് ഇതുകടെ ടേയങ് തിരിച്ച് അവനോട് നീ പറയുന്നൊക്കെ ഞാൻ എന്തിനു ചെയ്യണം, നീ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അങ്ങേരുടെ കീഴിൽ വർക്ക് ചെയ്യാനാ തോന്നുന്നത്, ഒരു നിനക്ക് വരെ ഞാൻ അവിടെ വന്നോണ്ട് നിനക്ക് അസൂയ കൂടിപ്പോയോ. എന്നിനെ ടേയൻ ചോദിക്കുമ്പോഴാണ് സാഗിയും എടാ ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞില്ലെന്ന് വെക്കല്ലേ, കിംബോമിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിന് ഇവനും പറയുമ്പോൾ ടേയങ്ങിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കിംബോമിന് വേണ്ടിയോ, നിനക്ക് എന്നെക്കാളും അവളെ അത്രയ്ക്ക് നല്ലോണം അറിയാം, അവളോട് ഒരു കാരണം പോലും പറയാൻ തേച്ചിട്ട് പോയ നീയാണോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് സാഗിയും കിംബോമിന്റെ പാട്ട് ആ ജോയുടെ കമ്പനി കോപ്പി അടിച്ചെന്ന് പറയും. അങ്ങനെ അവളോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ട് ആ കമ്പനി ഇപ്പൊ തന്നെ ഇവന് പുറത്തേക്ക് വരാൻ പറയുമ്പോൾ ഇത് കേട്ട് ടേയങ് വിശ്വസിക്കാതെ ഇനി വല്ലതും കള്ളം പറയാനുണ്ടെങ്കിലേ ബെറ്റർ ആയിട്ടെല്ലാം കണ്ടുപിടിച്ചിട്ടോ, എനിക്ക് കിംബോമിന് അറിയാം അവളുടെ പാട്ട് അവർ കോപ്പി അടിച്ചിട്ടുണ്ട്, അവൾ ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കത്തൊന്നില്ല, കൂടാതെ സ്വന്തം പാട്ട് കോപ്പി അടിച്ചെന്ന് അറിഞ്ഞിട്ടും അവൾ കവർ സോങ് പാടുന്നു, ഒരേശം അങ്ങനെ നടന്നായിരുന്നെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനെ. എന്നിനെ ടേയങ്ങും പറയുമ്പോഴാണ് ഇതുകേട് സാഗ്യം ഇവൻ ആ മിസ്റ്റർ ജോയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടാ, കിംബോം ഈ കാര്യം ഇവനോട് പറയാത്തെന്ന് പറയും. അങ്ങനെ അവളുടെ നല്ല മനസ്സ് നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് സാഗ്യം പറയുമ്പം ഇതുകേട് ടേയങ്ങിന് നല്ല ദേഷ്യം വരും, അതുകൊണ്ട് അവനും ഇതിനെ കൊണ്ട് പറ്റുന്ന ചെയ്തോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് സാഗിയെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മുമ്പേ തന്നെ അവൻ കിംബോമിന് കഴിക്കാൻ വേണ്ടി കുറെ ബീഫ് വാങ്ങിച്ചിട്ട് പോകുമ്പോഴാണ് അതേസമയം വീട്ടിൽ ആന്റി ജിൻ കസിനെ കണ്ട് ഇവൻ പേടിച്ചായിരിക്കും പോകുന്നത്, കാരണം അവരിത് കാണുവാണ് മൊത്തത്തിൽ അടിച്ചുവാരി കഴിക്കും. അപ്പോഴാണ് അവരിൽ ഇവനെ കണ്ട് കയ്യിൽ എന്തോന്ന് ചോദിക്കുമ്പം സാഗ്യം ഇത് ബിയറാന്ന് പറഞ്ഞിട്ട് അവൻ ഐസിന് ഫ്രിഡ്ജ് വെച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവൻ പോയി അടുത്ത സെക്കൻഡ് തന്നെ ഇവല്ല ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്നിട്ട് ബിയറാണ് ഇവൻ കവർ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെന്ന്. ഏതിന് അവരൊക്കെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന ബീഫ് കാണും. അതുകൊണ്ട് ഇവല്ല ഷോക്കായിട്ട് എന്റെ അമ്മോ പ്രീമിയം ക്വാളിറ്റി ഉള്ള ബീഫ് അടിച്ച് പൊരിച്ച് നമുക്ക് ഇത് കഴിക്കണം. ഏതിനെ സാഗി അറിയാതെ ഇവരെല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകും. അതേസമയം ഇതൊന്നും അറിയാതെ പാവ സാഗിയും റൂമിലേക്ക് വന്നിട്ട് അവന് ഫോണിൽ കിംബോമിനോട് നാളെ രാവിലെ നിനക്ക് വേണ്ടി ഞാൻ മീറ്റ് ഫ്രൈ
ഫ്രൈ ചെയ്ത് വെക്കാന്ന് പറഞ്ഞ് ഇവളെ വരാൻ പറയുമ്പം അവൾ അവനോട് സംസാരിച്ചോണ്ട് പെട്ടെന്ന് ഇവന്റെ അടുത്തുള്ള ഡോർ ഓപ്പൺ ചെയ്യും. കാരണം ഇവ രണ്ടൊരു റൂമിന്റെ ഇടയ്ക്ക് ഒരു വാതിലുണ്ടായിരുന്നു. അപ്പോഴാണ് അത് കണ്ട് അവനാണ് ഞെട്ടിപ്പോയിട്ട് കിംബം ഇതൊക്കെ ചീറ്റിങ്, ഒരു പ്രൈവസി ഇല്ലാതെ ഇത് ഇങ്ങനെ ഒരു ഡോർ ഇവിടെ വച്ചേക്കുന്നു, നിനക്ക് എന്നോട് സംസാരിക്കേണ്ട മര്യാദയ്ക്ക് വാതിൽ കൂടെ വാ. എന്നിന് അവളെ പെട്ടെന്ന് കണ്ടതി അവൻ ഇവിടെ ഷൈയായി നിൽക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഇവന്റെ മനസ്സൊക്കെ ഇപ്പൊ മാറിയെങ്കിൽ ഇവളുടെ പാട്ട് ഇനി ഇവൻ പാടുവാൻ ചോദിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും മുമ്പത്തെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് വാക്ക് കൊടുക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ എനിക്ക് നിന്റെ തരാൻ പൈസ ഇല്ല, അതുകൊണ്ട് എന്റെ അമ്മ എനിക്ക് തന്ന മെല്ലടി പാട്ട് വെച്ചെന്ന് പറഞ്ഞ് അവളുടെ ചെയിനൂരി കൊടുക്കുമ്പോൾ ഇവനാണ് പേടിച്ചിട്ട് ഇത്രയും വിലപ്പെട്ട സാധനം എനിക്കൊന്ന് തരണ്ടെന്ന് പറഞ്ഞ് അവളുടെ തന്നെ വയ്ക്കാൻ പറയും. അപ്പോഴാണ് അവളും ഒരു നിനക്ക് മനസ്സും അറിയാലോ, അതുകൊണ്ടാ ഇത് ഞാൻ നിന്റെ തരുന്നത്. എന്നിന് അവളും എടുക്കുമ്പോഴാണ് അവനും സോറി കിംബം, ഞാൻ നിന്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് നീ തന്നെ വെച്ചോ. എന്നിന് അവൻ പറഞ്ഞു നോക്കിയാലും കിംബം അവളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇവന്റെ അരികട്ടെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവനെ സന്തോഷത്തി എങ്കിൽ പിന്നെ നമ്മുടെ കമ്പനിയുടെ പേര് ബൊമ്പമ്മ എന്ന് പറഞ്ഞ് അവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം പുറത്തിരുന്ന് ഇവളുടെ കസിനും കേട്ട് മൊത്തത്തിൽ തകർന്നു വന്നത്. അതിനുശേഷം ഇവിടെ ആന്റി ജിന്നും കൂടെ ആ ബീഫെല്ലാം കട്ടെടുത്ത് കഴിച്ചോണ്ടിരിക്കും. എടാ മോനെ ഇത് കൊള്ളാടാ, അടിപൊളി, നീയൊക്കെ ജീവിതത്തിൽ ഇത് കഴിച്ചു കാണുമോ എടാ ദരിദ്രവാസി. എന്നിന് ആന്റിയും പതി അവനെ കഴിക്കാൻ പറയുമ്പോൾ അവന് സന്തോഷത്തി അവരോട് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന കസിനാണ് ഭയങ്കര വിഷമത്തി അവിടുത്തെ ബീഫൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നീ എന്തിനാടി കരയുന്നതും ചോദിക്കും. അപ്പോഴാണ് അവളും ഈ ബീഫ് മൊത്തത്തിൽ എനിക്കാന്ന് പറഞ്ഞ് അവരോടൊക്കെ പറയുമ്പോൾ അവരാണ് എങ്കിൽ പിന്നെ മോള് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അത് ഫുൾ അവൾക്ക് തന്നെ കൊടുക്കും. ഇതേ സമയം ജിന്നിന് മനസ്സിലായി ഇവളെ സാഗി ഓർത്തിട്ടാ വിഷമിക്കുന്നതെന്ന്. അങ്ങനെ അടുത്ത ദിവസം ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന സാഗിക്കാണ് വമ്പ ഷോക്കായിരിക്കും. അതുകൊണ്ട് അവനും കിമ്മുവിന്റെ പുറകെ ചെന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവളെ സമ്മാനപ്പെടുത്തും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.